നമ്മള് രാവിലെ തന്നെ അന്വേഷണം കണ്ട കാഴ്ച. ഇവിടെ റോഡിന്റെ പണി നടക്കുന്നു. ഇവരിങ്ങനെ റോഡ് ഐസ बनाके क्या करता है? ഇന്റർലോക്ക് വരുന്നവരും ഇവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടി പോലും ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ മണ്ണ് മാറ്റിയിട്ട് ഫുൾ ഇന്റർലോക്ക് ആക്കാനുള്ള പരിപാടിയാണ്. ഇവിടുത്തെ റോഡ് കണ്ടോ, പുതുതായിട്ടുണ്ടാക്കുന്ന റോഡാണ് ഇത്. റോഡ് ഇങ്ങനെ ആയി വരുന്നത്. ഇങ്ങനെയാണ് ഇവിടുത്തെ താറിങ്ങും റോഡ് ഉണ്ടാക്കൽ പരിപാടികൾ. നാട്ടിൻ പ്രദേശം അല്ല, നാട്ടിൻപുറം പ്രദേശം അങ്ങനായിട്ടുള്ളവരൊക്കെ പിള്ളേരെല്ലാം ഉണ്ട് പറയുന്നത്. യോന്ന് നമ്മളെ വ്ളോഗിങ് കണ്ടിട്ട് ഇവിടുത്തെ വീടുകളും കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ റോഡ്. വീടുകൾ പിള്ളേർ ഓടി കളിക്കുന്നത്. ഞാൻ ഇവിടുത്തെ വൈകുന്നേരം കാഴ്ചകൾ. സ്ലോ ലിവിങ് ഇവിടുത്തെ ആൾക്കാരല്ലോ. ഷാറാണ്. ഒച്ചപ്പാടില്ല, ബഹളമില്ല, കുലുമാലില്ല, സംഭവമില്ല. സമാധാനം മാത്രമേ ഉള്ളൂ ഇവിടെ. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാമെന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഇവിടെ നടക്കുന്നത്. താറാവുണ്ട് കേട്ടോ ഇവിടെ എല്ലാ സ്ഥലത്തും. താറാവ് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ കറങ്ങി കളിക്കും. അവരെ കളിയാണ് ഇവിടെ മൊത്തം നടക്കുന്നത്. ഹലാ ഇതർ കേരള മേ ആൾക്കാർ കണ്ട ഇവിടെയെല്ലാം കണ്ട. ഇവിടെ നമ്മളെ ഇവിടുത്തെ ഗൈസ് ബ്ലോഗർ. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ടാണ് നടക്കാൻ വേണ്ടി വന്നത്. വെയിപ്പും കൂടി അതേ വിടുന്നു. ബ്ലോഗറാണോന്ന് ചോദിച്ചിട്ട്. ശരിയായ സംഭവം. ഇവിടെ മുഴുവൻ ചളീസുണ്ട്. ബട്ട് സീനില്ല, അങ്ങനെ പോവാം. ആണ്ടാ പിള്ളേർ ഓടി വരുന്നുണ്ടോ? അതിനറിയാം പിള്ളേർ വരുന്നേ. പിള്ളേർ നേരത്തെ അവിടെ നിന്ന് കണ്ടിന്യൂ. എന്നോട് ചോദിച്ചിൻ്റെ ഐഡിയ ഏതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഫോണുണ്ടെങ്കിൽ കാണിച്ചു തരാം. വരിക്ക് പോയിട്ട് ഫോൺ എടുത്തിട്ടുണ്ട് ഓടി വരുന്നു. മാഷാ അല്ലാ സീനി. ഏതാ സെറ്റപ്പ്. ഞാൻ കാണിച്ചു തരാം. അവർ വന്നിട്ട് പറയുന്നത് കാണിച്ചു തരാം എന്നാ പറയുന്നത്. ഇവിടെ ശരിയായൊരു സൺസെറ്റ് ഉണ്ട് ഇവിടെ നടക്കുന്നത്. ഓ സീനി. ശരിയായ സീന് കണ്ടിട്ടില്ല. മനസ്സ് നിറഞ്ഞു പോയി. ഇതാ हमारा फ्रेंड्स. बाय बाय. आता है उधर घूमते. वाह अभी किधर से रहेगा तो उधर पानी है. अरे ये ब्लॉक है പിള്ളേരെയും കൂട്ടിട്ട് കറങ്ങിയാലോന്ന് വിചാരിച്ചു. നോക്കുമ്പോ റോഡ് ബ്ലോക്ക് ഇവിടെ. എന്താ ചെയ്യാ, ഫുൾ സീനായിട്ടുള്ള. क्या करता है तुम लोग? पढ़ता है? कितना? 8 पूरा 8 में 6. अच्छा उधर जाएगा ना. അങ്ങനെ നമ്മള് പിള്ളേർപ്പം ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയിട്ടുള്ള ഇടാ. അയ്യോ ഫുള്ള് എടുത്ത് വ്യൂ വന്നിട്ട് രക്ഷയില്ലാത്ത കൂടെ വ്യൂ ഇവിടുന്നില്ല. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. എന്നിട്ട് നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഇവരെ കണ്ടിട്ട് സംസാരിക്കൊണ്ട് ഇവിടെ ഇങ്ങനെ നിർത്തി. കേരള മേ കാം കർത്തേ? കണ്ണൂർ. ഇവൻ കണ്ണൂർ വരും പണിയെടുക്കണേ. ആപ്പി കണ്ണൂരാ? ഓ ഫുള്ള് കണ്ണൂർ ഗൈസാ ഇവിടെ ഉള്ള. തൃശ്ശൂർ. അച്ഛാ ഹേ ഇത് കണ്ണൂര്, തൃശ്ശൂര്, കണ്ണൂർ, എറണാകുളം, കണ്ണൂര്, തൃശ്ശൂര്. ആപ്പ് കിധർ ഹൈ? കണ്ണൂർ. ഫുള്ള് ടീംസിനെ കണ്ട മൊത്തം കണ്ണൂര്, തലശ്ശേരി, മറ്റേ തൃശ്ശൂരല്ലേ ഉള്ളത്. ഇവിടെ നിന്നിട്ട് ക്യാരംസ് എല്ലാം കളിച്ചിട്ട് യോയോ സെറ്റപ്പിലാണ് ഫുള്ള് പോകുന്നത്. ഫുള്ള് സീനായിട്ട്. ഇവിടെ വില എന്നറിയോ ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്നറിയോ. ഇവിടെ ഇപ്പോൾ ഏതൊരു ശരിയായ വലിയ യൂട്യൂബറെല്ലാം ഉണ്ടാവില്ലേ, ഫോറിൻ യൂട്യൂബറെല്ലാം നമ്മുടെ നാട്ടിൽ വന്ന എന്താ അവസ്ഥ ഉണ്ട് അതേപോലത്തെ ഒരു സെറ്റപ്പിലാണ് ഞാനിപ്പോൾ ഇവിടെ ഉള്ളത്. ഒരിക്കലും ഭയങ്കര കാര്യം. അതിലോട്ട് നടന്നു പിള്ളേരെല്ലാം ഫോണിലെടുത്തിട്ട് ഓടി വന്നിട്ട് ഐഡിയ വാങ്ങുക, സെൽഫി എടുക്കുക. അതിലോട്ട് നടന്നു പോകുമ്പോൾ ആൾക്കാർ മറ്റേ വിളിച്ചിട്ട് കസാലയെല്ലാം ഇട്ടിട്ട് ഫോട്ടോ എടുക്കുക, കിസ്സ പറയുക. മൊത്തം സെറ്റപ്പ് ആയിട്ടുള്ള ഭയങ്കര വലിയ ഫാൻ ബേസിനെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലാ ശരിയായ ആൾക്കാരെന്ന് വെച്ചാൽ ഭയങ്കര പാവം സ്വഭാവമുള്ള ആൾക്കാരില്ല, അങ്ങനത്തെ ആൾക്കാരാണ് മൊത്തത്തിലുള്ള.
അവർക്ക് ഭയങ്കര കാര്യമാണ് കേരളത്തിൽ നിന്ന് വന്നെന്ന് പറയുമ്പോൾ. അവർക്ക് ഭയങ്കര എന്താ പറയുക, ദുബൈയിലും പോലെയാണ് അവർ കേരളത്തിനെ കാണുക. അപ്പോൾ അവിടെ നിന്ന് വന്ന് പോരാത്തന്നെ യൂട്യൂബ് എന്നെല്ലാം പറയുമ്പോൾ യോ എന്നാണ് മൂടാ. സെറ്റപ്പ് തന്നെ മൊത്തത്തിൽ. നമ്മളെ മച്ചാൻ ഇതെല്ലാം കണ്ടിട്ട് അമ്പരന്ന് വീട്ടുള്ള ഇതെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. ഇങ്ങനത്തെ സാധനങ്ങളാണ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് വെറുതെ കണ്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും കവർ ചെയ്ത് വീട്ടിൽ പോയി 2 ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നതിനും കൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം ഇങ്ങനത്തെ ഉൾഗ്രാമങ്ങളിൽ വന്നിട്ട് ഇവരാൾക്കാരെ പോലെ നിന്ന് ഇവർ ചെയ്യുന്ന കാര്യങ്ങളിലും ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇവിടുത്തെ ലോക്കൽസിന് ഇപ്പം നടക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ, അത് വേറെ തന്നെ ഒരു ഫീലാണ്. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിൽ ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ. അല്ലാണ്ട് ഇപ്പോൾ എന്ത് പറയാനാ. ഇപ്പം നമ്മളുള്ള അസാമത്തെ നോഗാവ് ഡിസ്ട്രിക്റ്റിലെ ഒരു കല്ലാടിങ്ക എന്ന് പറഞ്ഞ ഒരു വില്ലേജിൽ നമ്മളുള്ള ഇവിടുത്തെ കാഴ്ചകൾ ഞങ്ങൾ ഈ കാണുന്നത്. ഭയങ്കര കാര്യം ഇവിടുത്തെ ആൾക്കാർക്ക്. ഭയങ്കര കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കിങ് വില നമുക്ക് തരാം ഇവിടെ മൊത്തത്തിൽ. എന്താ പറയുക, ഒന്നാമത് ഇവിടെ നിന്ന് അങ്ങനെ ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടില്ല. പിന്നെ വെച്ചെങ്കിൽ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. വെച്ചെങ്കിൽ ഭയങ്കര സൈലൻസാണ്. മറ്റേ ഒച്ചപ്പാട് ബഹളം ബാക്കിയുള്ള ടൂറിസ്റ്റ് വന്നിട്ടുള്ള കച്ചറ പരിപാടി അങ്ങനെയൊന്നുമില്ല. ഇവിടുത്തെ നാട്ടുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞടിക്കുന്നൊരു സ്ഥലം. ബട്ട് ഉള്ള സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കലക്കം പാടം, അല്ലെങ്കിൽ എന്താ പറയണ്ടേ മീൻ കൃഷി, അങ്ങനത്തെ നെല്ല് പരിപാടി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആയിട്ട് പോകുന്നത്. സൺസെറ്റ് ആണെങ്കിലും സൺറൈസ് എല്ലാം ആണെങ്കിലും ബൂം 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 വിഷ്വൽസാണ് ഇവിടുന്ന് കിട്ടുന്നത്. പോരാത്തിന് ആൾക്കാർ നല്ല പറഞ്ഞാൽ പ്യൂർ സെൻസിമാരുണ്ടാവില്ലേ എന്ന് വെച്ചെങ്കിൽ ഒരു ഗമയം മറ്റു പരിപാടിയൊന്നും ഇല്ലാത്ത. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു റെസ്പെക്റ്റ് നമുക്ക് തരുന്നത്. അപ്പം അത് എക്സ്പീരിയൻസ് ചെയ്യലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലില്ല ബൂം സംഭവം. അത് എന്തായാലും ഒരാളെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. യൂട്യൂബറായിട്ട് വരാനല്ല, ഇങ്ങനത്തെ ലോക്കലായിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് സംഭവം പിടുത്തം കിട്ടും എന്താണ് സംഭവം എന്നുള്ളത്. ഇതാണ്ട് ഈലത്തും അതിലത്തെല്ലാം ഫുള്ള് മീനുണ്ടാവും. ഇവർ മത്സ്യകൃഷി നടത്തുന്നത് ഇവിടെ. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ തുള്ളി കളിക്കണം. ഫുള്ള് പാടങ്ങൾ മൊത്തം അങ്ങത്തോളമുള്ള വ്യൂ ആയത്. നമ്മളെ മച്ചാൻ്റെ മൂസറ ഏട്ടന് ഇവിടെ ഇത് ഓടിക്കുന്ന ഓട്ടോ ഓടിക്കുന്ന. അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നേരം എന്നോട് പറഞ്ഞ് വെറുതെ ഇരിക്കുന്നില്ല, എന്നാൽ പിന്നെ നമുക്ക് ഒരുമിച്ചിട്ട് ആടിയിടെല്ലാം പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓട്ടോ എടുത്തിട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ ചാക്കാടെല്ലാം പോകാനുണ്ട്. ഇയാളിപ്പം വീട്ടിൽ നിന്ന് ഒരു ചുറ്റിപ്പാത്തിട്ട് വരാമെന്നുള്ളൊരു മൈൻഡിൽ ഇങ്ങനെ പോകുന്നുണ്ട്. अभी वो देखता है लेकिन पूरा मिट्टी मिट्टी है. अभी वर्किंग चालू है. चालू हो गया? चालू हो गया इधर. അങ്ങനെ ഇത് ബ്രോ നമുക്കൊരു ഫുഡ് സ്പോട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവിടെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുള്ളത്. ഇവിടെ എന്ന് പറയുന്നത് ഇവരെ തന്നെ ഓൺ പ്രൊഡക്റ്റിൽ ഉണ്ടാക്കുന്ന കുറച്ച് പാലിൻ്റെതും തൈരിൻ്റെ എല്ലാം കുറച്ച് സാധനങ്ങളുണ്ട്, അടിപൊളി സാധനങ്ങൾ. ഇവിടെ പാട്ട് വെച്ചുകൊണ്ട് കോപ്പിറൈറ്റ് ആണെന്നുകൊണ്ട് ഞാൻ മ്യൂട്ടാക്കിയിട്ടുള്ളത്. അതാണ് നമ്മളിപ്പോൾ വാങ്ങിയ ഇത് ക്യാ സാമാന ദഹി. ദഹി തൈരോണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. തിന്നോക്കട്ടെ എങ്ങനെ ഉണ്ട്. മറ്റേ യോഗേർട്ടാ സാധനം കേട്ടോ. ഇവിടുത്തെ ലോക്കൽ യോഗേർട്ട് സെറ്റ് സാധനം. വേറൊരു സാധനം ഉണ്ട്. ഇതെനിക്ക് വന്ന് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നമ്മളെ പേടയല്ല, നമ്മളെ മറ്റേ സാധനമില്ല പാലിനെ കൊണ്ട് ഉണ്ടാക്കുന്ന സാധനം. 2 സെറ്റ് കേട്ടോ, അടിപൊളി സാധനം.